ഓടിക്കോടാ. ഹായ്, ഞാൻ സുജിത്ത്. വെൽക്കം ടു എസ് ജേണി. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ബ്രൈമൂറാണ്. ബ്രൈമൂറിന്ന് കുറച്ച് അകത്തോട്ടുള്ള സ്ഥലമാണ്. ബ്രൈമൂർ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയ ഒരു വഴിയുണ്ട്. അത് കയറി വരുന്ന ഒരു വനത്തിനകത്തോട്ടാണ്. ഇവിടെ കുറച്ച് നല്ല കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. നമുക്ക് ഈ കാഴ്ചകൾ കാണാം. ഇവിടെ മോളുണ്ടല്ലേ ജംഗ്ഷനുടെ പാലോട് ജംഗ്ഷനിൽ നിന്ന് മുകളിലോട്ടാണ് പോകുന്നത്. ബ്രൈമൂർ റൂട്ട്. നമ്മൾ ബ്രൈമൂർ പോകുന്ന മെയിൻ റോഡ് വരെ സൂപ്പറാണ് കാണാനായിട്ട്. കാരണം രണ്ട് സൈഡും വനമാണ്. അതുപോലെ നടുക്ക് റോഡ് അടിപൊളിയാണ് കാണാൻ. രണ്ട് സൈഡ് ഒരുപാട് മരങ്ങളിൽ നടുക്ക് റോഡ്. സൂപ്പർ വ്യൂ ആണ് ഇതിന്. നല്ല കിടിലം വളവ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഡസ്റ്ററിൻ്റെ ഓഫ് റോഡ് ഫുൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിടിലം വനമാണ്. ലാസ്റ്റ് വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി വ്യൂ ആണ്. സ്കിപ്പ് ചെയ്യാതെ കാണുക. വണ്ടി അയച്ചു കൊടുത്തിട്ടുണ്ട്. 16 വണ്ടി. നമ്മളിവിടെ ഇവിടുന്ന് തിരിച്ചത് ഈ ഒരു വഴിയാണ് പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ടാണ് ബ്രൈമൂർ. ബ്രൈമൂറിൽ നിന്ന് ലെഫ്റ്റ് ഉള്ള വഴിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. പോയാലും വില അറിയും. ഓഫ് റോഡ് തുടങ്ങി. ഓഫ് റോഡ് ഇത് നമ്മളൊരു ഓഫ് റോഡാണെന്ന് ചെയ്യുന്നത്. ഡസ്റ്ററിന് നമ്മളിങ്ങനെ വനത്തിനകത്ത് കയറ്റി ഒരു ചെറിയൊരു ഓഫ് റോഡ്. ഡസ്റ്ററിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ സൂപ്പറാണ്. വണ്ടി അടി തട്ടുകയോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ഇടയ്ക്കൊരു വാഗണർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇറക്കാൻ പറ്റിയില്ല. നല്ല അടി തട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഡസ്റ്റർ കൊണ്ടുവന്നത്. ഡസ്റ്ററൊക്കെ പക്കയാണ്. നല്ല ഇതിൽ കയറി ഇറങ്ങി വരുന്നുണ്ട്. വാഗണറിന് ഒരു ഫോൾട്ടായിട്ട് പറഞ്ഞതല്ല. വാഗണർ പോലുള്ള ചെറിയ വണ്ടിയൊക്കെ ഇറങ്ങാൻ പറ്റത്തില്ല ഇവിടെ. കാരണം അടി തട്ടും. എന്തായാലും പാറ കല്ല് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ചെറിയ വണ്ടിയൊക്കെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടി തട്ടും. പിന്നെ ഇത്തിരി ഹൈറ്റ് കൂടിയ വണ്ടികളാണെങ്കിലേ പറ്റത്തുള്ളൂ ഇവിടെ. XUV-കളായിരിക്കും ഏറ്റവും ബെറ്റർ. XUV മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ബുദ്ധിമുട്ടാവും, അടി തട്ടും. പിന്നെ ഡസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സൂപ്പർ വണ്ടിയാണ്. ഇത് 2012 ആണ് വണ്ടി. അത്യാവശ്യം നല്ല രീതിക്ക് ഓടിയിട്ടുമുണ്ട് വണ്ടി. എങ്കിലും ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഇല്ല. വണ്ടി നല്ല സ്മൂത്താണ്. ഡ്രൈവിംഗ് കംഫർട്ടും അത്യാവശ്യം നല്ല കംഫർട്ടാണ്. ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം പൊളിയാണ്. നല്ല സൂപ്പർ വണ്ടിയാണ്. നമുക്ക് ഒത്തിരി അത്യാവശ്യം ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. പക്ഷേ ഇത് 4x4 അല്ല. 4x4 എടുക്കണമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓഫ് റോഡൊക്കെ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ 4x4 ആയിരിക്കും ബെറ്റർ. 4x4 ആകുമ്പം ഏത് കുന്നും മലയും കയറി പോകുമല്ലോ.
പക്ഷേ ഇത് നമുക്ക് അതിൻ്റേതായ ഒരു പരിമിതികളുണ്ട് കയറി പോണതിന്. എങ്കിലും വണ്ടി കൊള്ളാം, അടിപൊളിയാണ്. അപ്പോൾ നമുക്കത് ഈ ഒരു ചെറിയ ഒരു പുഴ പോലെ ഉണ്ട്, പുഴയല്ല ഒരു തോട് പോലെ. ഇത് കഴിഞ്ഞ് വേണം വണ്ടിക്ക് വരാനായിട്ട്. നമ്മൾ കുഴപ്പമില്ല വരും. പതുക്കോ. പതുക്കോ. ഇന്നലെ വേഗം ആനപ്പിണ്ടോ അല്ല ചാണകം. ആനപ്പിണ്ടോ എവിടെ ഇതേ ആനയുള്ള സ്ഥലമാണ്. ആനപ്പിണ്ട് ഇവിടെ കിടപ്പുണ്ട്. നല്ല കിടില മലമാണിത്, ആനയുള്ള സ്ഥലമാണ്. ഇത് ആനപ്പിണ്ട് ഇവിടെ കിടപ്പുണ്ട്. എന്തായാലും രണ്ടും കൽപ്പിച്ച് നമ്മൾ പോകാൻ തീരുമാനിച്ച് അങ്ങോട്ട്. ഇവിടെ കിട്ടി ആനയെ കണ്ട വളയ്ക്കാൻ പറ്റുമോ ഞാൻ ആലോചിക്കണം. നമ്മളത് ഇതൊക്കെ കിടന്ന് അങ്ങോട്ട് പോകണം. പതുക്കെ പറഞ്ഞേ, പതുക്കെ പതുക്കെ. വണ്ടി കയറില്ല, കിടന്ന് കറങ്ങാണ്. ഇതിനെ ഫ്രണ്ടിൽ കയറിക്കല്ലേ. ആണ് ഓഫ് റോഡ് വണ്ടി എങ്ങനെയും ഒന്ന് കയറി കിട്ടി. നമ്മൾ വീണ്ടും പോകണം അകത്തോട്ട്. അടിയൊന്നും തട്ടില്ല, നല്ല ഹൈറ്റ് ഇടവില്ലേ.
എടുത്തോ പാതുക. അവരൊക്കെ തള്ളാൻ പോവാണ്. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. കൊടുങ്കാടെന്ന് പറഞ്ഞാൽ കൊടുങ്കാട്, സൂപ്പർ ലൊക്കേഷൻ. വണ്ടി ഒരുപാട് ധൈര്യമില്ല, ആനയുള്ള സ്ഥലമായതുകൊണ്ട് വണ്ടി അവിടെ ഇട്ടിട്ട് പോകാൻ ഒരു ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും കൂടെ കൊണ്ടുപോകുന്നത്. പക്ക ഓഫ് റോഡ്. 4x4 ഉള്ള വണ്ടിയാണെങ്കിൽ സുഖമായിട്ട് കയറി വരുള്ളൂ. ഇത് 2 വീലായതുകൊണ്ട് കയറാൻ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പക്ക ഒരു ഓഫ് റോഡ് ആണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഉണ്ട്. നല്ല നല്ല കിടിലം ഒരു വനമാണ്. എല്ലാവരും കാണാൻ കഴിയുന്നത് നല്ല സൂപ്പർ വനമാണിത്. എല്ലാവരും ഉണ്ട്. എല്ലാവരും നടന്ന് ഒരു പരുവായി. വണ്ടി തള്ളി നടന്നും ഇവിടെ കയറി ഇവിടെ ചുമ്മാ കയറി വരും. കടുപ്പുള്ളതെല്ലാം വണ്ടി ആഞ്ഞു കയറ്റിട്ട് ഇത് ഇന്നല്ലേ എവിടെ? ഏത് വീട്? പിന്നെ പോളോ ചെയ്തു. നിങ്ങൾ പണ്ടൊരു നല്ല ചെറുക്കാൻ വണ്ടി നല്ലൊരു വണ്ടി കിട്ടും. അത് മറ്റു ചില തന്നെ അപമാനിച്ചാണ്. സമയം കഴിഞ്ഞു. അത് സത്യാവസ്ഥ. അല്ല, അത് ഇവർക്കൊക്കെ അറിയാവേ. അവന് കുഴപ്പമില്ല, സാറ് പറഞ്ഞു. അഡ്വഞ്ചറൊക്കെ തന്നെ. ലാസ്റ്റിലാണ് കേട്ടോ. സ്ഥലം മോശമെന്ന് ആര് പറഞ്ഞു? ഞാൻ സമ്മതിക്കും. സ്ഥലം അടിപൊളി. ഷാഫറുണ്ടോ? ഈ കൊടുങ്കാട്ടിലൊരു വീട് കണ്ട. കൊടുങ്കാട്ടിലൊരു വീട്. സോറി, ഒരു വീടല്ല, 2 വീടുണ്ട് ഇവിടെ. ഇതെല്ലാം ഇലക്ട്രിക് കമ്പിയാണ്. എല്ലാം ഇപ്പോൾ തൽക്കാലത്തെ ഒരു ഊരിയിട്ടൊക്കെയാണ്. വലിയൊരു മരം വീണിടക്കണ്ട. ഉൾവനം. ഇവിടെ എത്ര പൊട്ടിയടേ, എത്ര പൊട്ടിയടാ. പോയിണ്ടോ? എൻ്റെ പൊന്നെ, അവിടെ ആ വീട് 2 വീടുകളിലൂടെ ചേർത്ത് ഒരുപാട് പട്ടി വളർത്തുന്നുണ്ട്. അതുങ്ങൾ ഞങ്ങളെ കടിക്കാൻ ഓടിച്ച്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. അയ്യോ, ഉൾക്കാട്ടിൽ വന്നിട്ട് പട്ടിയെ പേടിച്ച് ഓടേണ്ട അവസ്ഥയാണല്ലേ. അമ്മോ, പട്ടി അടിക്കാൻ വേണ്ടി ചെറിയൊരു മരമൊക്കെ കൊണ്ടുവരും. എൻ്റെ പൊന്നോ തളർന്നു പോയി. ആ ഒരു വീടെന്ന് പറഞ്ഞില്ലേ, അവിടെ കുറേ പട്ടിയുണ്ട്. അത് ഓട്ടിച്ചു നമ്മളാ. എന്താവും പറഞ്ഞൂടാ. കിടില മനം എന്ന് പറഞ്ഞാൽ കിടില മനം, ഒരു രക്ഷയില്ലാത്ത മനം.
സത്യം പറഞ്ഞാൽ വനത്തിനകത്ത് വന്നിട്ട് ആനപ്പിണ്ടോ ഒക്കെ ഉണ്ട്. ആനയെ പേടിക്കണ്ട, പക്ഷെ പട്ടികളുണ്ട് ആ വീട്ടിൽ, അതുങ്ങളെ പേടിച്ചു പറ്റുള്ളൂ. എന്റെ പൊന്നെ എടുത്തിട്ട് കാറാ ഇത്. പക്ഷെ കാർ അവിടെ ഇട്ടോ, എന്നാലും കുഴപ്പമില്ലേ. റേഞ്ച് ഉണ്ട്. അല്ല എന്തായാലും 1.5 അങ്ങോട്ട് ഇറങ്ങണം. എന്തൊരു കാറാ ഇത്. കമ്പും തലയൊക്കെ എടുത്ത് വെച്ചോ. എന്നിട്ടോടെ പോലെ പെരുമ്പാൻ മേടി ഏറ്റവും ബേക്ക് വന്ന പുലി പിടി തടി എടുത്ത് വെച്ചോ. പച്ചിലെ പാമ്പ് കടി കാണാൻ നോക്കി. ഇവിടെ വന്നെന്നൊക്കെ പറഞ്ഞു. ആനെ കൊണ്ടാലും ഏഴിനിറങ്ങി നല്ല കിട്ടില്ല, വെള്ളച്ചാട്ടവും എല്ലാം ഉണ്ട്. കണ്ട കാഴ്ച വനത്തിനകത്ത്. ആനപ്പിണ്ടല്ലേ? ഇവിടെ ആനപ്പിണ്ട കിടപ്പുണ്ട്, ഉണങ്ങി ആനപ്പിണ്ടോ, ഉണങ്ങി ആനപ്പിണ്ട കിടപ്പുണ്ട്. റിസ്ക്കാണ് ഇവിടെ അങ്ങനെ എല്ലാവരും വരണമെന്നും പറയില്ല, കാരണം വെച്ചാൽ നല്ല റിസ്ക്കാണ്. കാരണം ആനപ്പിണ്ടവും എല്ലാം ഉണ്ട് ഇവിടെ, പണി കിട്ടുന്ന ഏരിയയാണ്. അതുകൊണ്ട് ഇവിടെ വരണം എന്നൊന്നും പറയില്ല ഞങ്ങൾ, കാരണം അത്ര റിസ്ക്കുള്ള സ്ഥലമാണ്. വണ്ടി ഇങ്ങനെ ഫുള്ള് കയറി വരില്ല. അതുപോലെ പക്ഷേ സൂപ്പർ സ്ഥലം, റിസ്ക് എടുത്ത് പയ്യന്മാർ പറഞ്ഞെങ്കിൽ വരാം. പക്ഷേ ആന ഉണ്ട് ഇവിടെ, ഒരുപാട് കാലത്ത് ആനപ്പിണ്ടവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ലൊരു കിടിലം വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ, അതിപ്പോൾ കാണിച്ചു തരാം. വെള്ളത്തിൽ കുഴപ്പമില്ല, വെള്ളത്തിൽ ഉണ്ടെങ്കിൽ കടിക്കില്ല. മഫറിന് കാര്യമുണ്ടോ? നല്ല വെള്ളം നല്ല വെള്ളം വന്നിട്ടേ അന്ന് നമ്മൾ നല്ല വെള്ളം വരും. ഇത് അതിലെ പോയിട്ട് കേട്ടോ, അതിലെ പോയിട്ടോ താട്ട് പോ. എന്ത് നല്ല ശുദ്ധ ജലമൊന്നും വേണ്ട, വനത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം അടിപൊളി. കൊടും കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്, നല്ല തണുപ്പുണ്ട്. അതുപോലെ നല്ല ശുദ്ധ വെള്ളം, നല്ല തെളിഞ്ഞ വെള്ളമാണ്. പാൻറ്റ് മൊത്തം വെള്ളമാവൂല്ലേ? നമുക്കറിയാം എല്ലാവരും ഉണ്ടല്ലോ, അങ്ങേരുണ്ടല്ലോ, ചേട്ടാ അങ്ങേരെ ഇറങ്ങി. അങ്ങനെയൊക്കെ ഭയങ്കര ഇറങ്ങി. നമ്മൾ കുളിച്ച കുറേ സമയം ഇവിടെ അയച്ചു, കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് വിളിച്ചേരാം. അല്ല നീ ഇറങ്ങിക്കോ. വേനൽ സമയത്തായതുകൊണ്ടായിരിക്കാം ഇത്രയും വെള്ളം കുറവ്. മഴക്കാലമൊക്കെ ഭയങ്കര വെള്ളമായിരിക്കും, ചിലപ്പോൾ നമുക്ക് അടുക്കാൻ പോലും പറ്റില്ലായിരിക്കും, അറിയത്തില്ല ആ സമയത്തുള്ളത്. ആരും വീഡിയോ എടുക്കില്ല, നീ ഇറങ്ങി. ആരും എടുക്കില്ല, അത് സംഭവം ഇതിന് പറയാൻ പറ്റില്ല. ക്യാമറ
വെള്ളം കണ്ടോ, നല്ല തെളിഞ്ഞ വെള്ളം. എന്ത് നല്ല തെളിഞ്ഞ വെള്ളമാണെന്ന് കണ്ടല്ലോ, ഗ്ലാസ് പോലെ കിടപ്പുണ്ട്. ഒരു രക്ഷയില്ല. വനത്തിനകത്തുനിന്ന് പറഞ്ഞ വെള്ളമൊന്നും കേട്ടിട്ടുണ്ടല്ലോ, അതാണ് സംഭവം. നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം. ആനപ്പിണ്ടം ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ തിരിച്ചിറങ്ങാൻ പോവുകയാണ്. കയ്യിൽ വടിയൊക്കെ ഉണ്ട്. ഏറ്റവും ബാക്കിലുണ്ടാവും. ആരും വന്നോ ഓടുന്നത് നമ്മളെ കണ്ട് എറണാകുളത്തിന്റെ മുഖത്ത് ആ ഒരു പേടി സിനിമയിൽ കാണിച്ചിറങ്ങി ആദ്യം ഓടിയാണ്. ദൂരെ ഒരാളെ അയാൾ പേടിച്ച് മനോഹരനായി ഓടിയാണ്. ഈ കമ്പിലൊക്കെ മുള്ളറി. അയ്യോ, ഓ എന്തൊരു കാട് കിട്ടത്. ഓ അത് മുള്ളു കേട്ടോ ആ കമ്പ്. എന്തിനാ പേടിയായി ഓടി ജയിച്ചു കളഞ്ഞ്. ഈ ഫ്ലൈല് പോണേ പ്രൈസ് എന്ത് മനുഷ്യ 5 ഫോളോ പോയിട്ട് ചവിട്ടി ഓടിയോട്ടെ, ഇല്ലെങ്കിൽ ഞാൻ അടിച്ചിട്ടുണ്ടോ ഫോണിൽ വിട്ട. ഞാൻ ഫ്രണ്ടിൽ പോകണേ. അപ്പൊ ഞാൻ പിന്നെ ബാക്കിലായല്ലോ. നീ കരയട്ടക്കാരായി, നീ പുതിയ വന്നാലും അടിച്ച് നിൽക്കണം. നീയാണ് ഞങ്ങളെ ബോഡി ഗാർഡ്. 2 സൈഡും വേറെ ഇല്ല. ആരും എന്തായാലും പട്ടി ഓടല്ലേ, ആരും എന്തായാലും പട്ടി ഓടല്ലേ. പാമ്പ് കൺഫേം പാമ്പ് അങ്ങോട്ട് കയറി ഇവിടെ മാറാൻ ഇല്ല. പാമ്പട പാമ്പ് ഒരു വലിയ സാധനം. ഞാൻ വേറെ ആവശ്യമില്ല. ഇപ്പൊ വണ്ടി വേറെ ആൾ മാത്രമേ വരുള്ളൂ. വണ്ടി നോക്കിയിട്ട് പോകും. പാമ്പ് അവിടെ ഉണ്ട്, കയറുവാ. എടേ കമ്പുകളെ കൊണ്ടുവരല്ലോ എല്ലാവരും. കണ്ണുകൊടുത്തി പ്രകടനം. എടാ സംസാരിക്കില്ല. മറ്റേ ആ വീടത്തെ നിന്നിനടേ സൂക്ഷിച്ച്. പട്ടിയുണ്ട്, അതാണ് പാട്. ആ വീട്ടിൽ ഒരുപാട് പട്ടിയുണ്ട്. പണി തരും പട്ടികൾ. ഇവിടെ ആനയുള്ള കാടാണെങ്കിൽ ആനയല്ല പേടി, പട്ടിയാണ് പേടി. ഇനിയൊന്നും ഉണ്ടായിരുന്നു. ഈ ഇതുണ്ടെങ്കിലേ ബട്ടർഫ്ലൈ ഉണ്ടെങ്കിൽ അനാർക്കൊണ്ട എന്തായാലും കാണും. അനാർക്കോണ്ട ഈ കേരളത്തിലെ കാട്ടിയില്ല എന്നാണ് പറയണത്. നല്ലൊരു കിടില അഡ്വഞ്ചർ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. പക്ഷേ ഹൈ റിസ്ക്കാണ്. അതുപോലെ ആനയുണ്ട്, പാമ്പ് ശല്യം ധാരാളം ഉണ്ട് ഇവിടെ. നല്ല കിടിലം വ്യൂ ആണ്. പക്ഷേ വനത്തിൻ്റെ മുകളിലോട്ട് നോക്കിയാൽ ആ ഒരു മല കണ്ടോ, ഭയങ്കര വലിയൊരു മല, കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ഫോറസ്റ്റ് വരെ ഉണ്ട്. ഈ നടുക്ക് വീലുണ്ടോ?
കണ്ണില് ഭയം കയറിയത് കണ്ണാ. അതെ, ഇനി ഭയമൊന്നുമില്ല. പട്ടിയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ ഇത്തിരി ഭയം. ഓടി തള്ളി കളഞ്ഞു. അല്ല, ഞാൻ ഇങ്ങനെ മുഖത്ത് നോക്കി മുഖത്താ പേടി, കണ്ണിലൊക്കെ കറക്റ്റ് അറിയാം. ആദ്യം ഓടിയാരാണ്? അല്ല, നിങ്ങളെ ആദ്യം ഓടിയ മോഹൻലാലിന്റെ ആളാണ് ആദ്യം ഓടിയത്. സംഭവം എടുക്കാം പോയി സംഭവം. അത് ഓടി ഫ്രണ്ടിക്ക് പട്ടിയിലും എല്ലാം 5-6 പട്ടി ഓടി പറഞ്ഞ് അതിന് നിതിന് ഓടി തള്ളി കളഞ്ഞു. ഓർമ്മ പട്ടികൾ വന്നത്. ഞാൻ ഓടല്ലേന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാം ഓടിയപ്പോൾ ഞാൻ ഓടി. അതിനേക്കാളും വെച്ച് വലിയ കമ്പും കൊണ്ട് ബാക്കിൽ നിന്ന് ആറ്റി എടുത്ത് പോകുന്നു. അത് ഡിവിനാണെങ്കിൽ അവൻ എടുക്കാൻ പറ്റാത്തൊരു കമ്പ് കൊണ്ടുവരണം പട്ടി അടിക്കാൻ. ട്രക്കിങ്ങിനൊക്കെ പറ്റിയ സ്ഥലം, അടിപൊളി സ്ഥലം. ഞങ്ങളെല്ലാവരും നല്ല വൃത്തി എൻജോയ് ചെയ്തു. അടിപൊളി സ്ഥലം. ചേന നോക്കിയോളൂ, ചിലപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും കാണും. അപ്പം നമ്മൾ തിരിച്ചു പോവേണ്. പാമ്പൊക്കെ ധാരാളമുണ്ട്, അതുപോലെ ആനയുണ്ട്. പിന്നെ നമ്മളത് നല്ല ശ്രദ്ധിച്ചു വേണം വരാൻ. നമ്മളവരെ വേറെ നമ്മളിവിടെ വന്നപ്പം ഒരു മൃഗങ്ങളെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാനോ ഒന്നിനും പോയില്ല. നമ്മൾ കാര്യങ്ങൾ നോക്കി നടന്നേ ഉള്ളൂ. നമുക്ക് അറിഞ്ഞൂടല്ലോ അങ്ങ് പോകുന്നതല്ലോ. വണ്ടികൾ പോകണ സ്ഥലം കണ്ട ഇത് നമുക്ക് ഫാമിലി ആയിട്ടൊന്നും വരാൻ പറ്റിയ സ്ഥലമല്ല, ഉൾവനമാണിത്. പയ്യന്മാരായിട്ട് മാത്രമേ വരാൻ പറ്റുള്ളൂ. അതുപോലെ 4x4 ഉള്ള വണ്ടി ആയിരിക്കും ഏറ്റവും ബെറ്റർ. ഈ വണ്ടിയൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറി വരാനൊക്കെ. ഇവിടെ നീ സൈഡിൽ നീ നിർത്തിയാ അടുത്തത്. എടാ മണി നോക്ക്, അങ്ങ് മോളി കയറ്റ്. ഇല്ല മോളി കയറ്റ്. ആ കേറ്. ആ പതിയെ ഇങ്ങോട്ടാക്കിയോ. ഇങ്ങോട്ട് കയറാ. ഞാൻ പ്രൈമൂർ ആദ്യമായിട്ടാണ് വന്നത്. നല്ല കിടില സ്ഥലം പ്രൈമൂർ. സത്യം പറഞ്ഞാൽ പ്രൈമൂർ യഥാർത്ഥ ടൂറിസ്റ്റ് പ്ലേസിലല്ല ഞങ്ങൾ പോയത്. ടൂറിസ്റ്റ് പ്ലേസിൻ്റെ ആ ചേർന്നുള്ള അകത്തുള്ള വനത്തിലാണ് പോയത്. പ്രൈമൂർ യഥാർത്ഥ സ്പോട്ടിലോട്ട് നമ്മൾ പോയില്ല. അത് വെള്ളച്ചാട്ടമാണ്. നമ്മൾ പോയ സ്ഥലം നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ നല്ല കിടിലൻ ട്രിപ്പായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെ വന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തരാം. ഇത് നിതിൻ, പിന്നെ ഇത് ഡിവിൻ, ഇത് റിനാസേട്ടൻ, ഇത് മിഥുൻ. എല്ലാവരും നേരത്തെ പരിചയം ഉണ്ടാവും. നമ്മളെ ആലപ്പുഴ വീഡിയോയിൽ ഉണ്ടായിരുന്ന അതേ ടീമാണ്. ഒരാൾ കുറവാണ്, ഉണ്ണിച്ചേട്ടൻ.
അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.